മുഖ്യമന്ത്രി ചർച്ചകൾ അവസാനിച്ചു. ഇനി പ്രഖ്യാപനം മാത്രമാണ് ഉള്ളത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഏകദേശം 10 ദിവസത്തിലധികമായി കേരളത്തിലെ പൊതുമധ്യം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകുമെന്നത്. പ്രധാനമായും 3 നേതാക്കന്മാരുടെ പേരുകളാണ് മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് നമ്മൾ കണ്ടത്. ഒന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ, രണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ആയിട്ടുള്ള VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല. ഈ 3 പേരുകളിൽ ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ഈ 3 പേരുകളാണ് നമ്മൾ കേട്ടത്. ഇത് അവസാനവട്ട ചർച്ച ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. നാളെ കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ജയറാം രമേശ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരാകും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. പ്രധാനമായും എന്താണ് ഈ മുഖ്യമന്ത്രി പദം പ്രഖ്യാപിക്കുന്നതിൽ ഇത്രയും ലാഗുണ്ടായത് അല്ലെങ്കിൽ വൈകിയത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട കാരണങ്ങൾ അനവധിയാണ്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിലെ നമുക്ക് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ സോണിയാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും പ്രബലനായ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി ഈ കളിയിലേക്ക് വന്നതാണ് ഇത്രയും ലാഗ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ ഒരിക്കലും ചെറുതായി കാണാൻ പറ്റുന്ന ഒരാളല്ല. അദ്ദേഹം പ്രബലനാണ്. അദ്ദേഹം സംഘടനാ പാരമ്പര്യമുള്ള ആളാണ്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ട്, കേന്ദ്രത്തിൽ മന്ത്രിയായിട്ട് 4-5 തവണ MP ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ കോൺഗ്രസിലെ രണ്ടാമൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രബലനായ പാൻ ഇന്ത്യൻ രൂപത്തിൽ പ്രബലനായ ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഒരു ക്ലെയിമുമായി മുന്നോട്ട് വെക്കുമ്പോൾ ഹൈക്കമാൻഡിന് അത് ഒരിക്കലും തള്ളാനാവാത്ത ഒരു സ്ഥിതിയാണ്. രണ്ടാമത്തെ ഒരാൾ എന്ന് പറയുന്നത് VD സതീശനാണ്. VD സതീശൻ ഒരു നാച്ചുറൽ ചോയ്സ് ആണ്. 102 സീറ്റിന്റെ അതിഗംഭീരമായ വിജയിച്ചിട്ടുള്ള UDFനെ നയിച്ചത് നമുക്കറിയാം VD സതീശനാണ്. അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾക്കാണ് ജനം വോട്ട് ചെയ്തത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം 100-ലധികം സീറ്റ് അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ടോ അതൊക്കെ അച്ചത്താവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 100-ലേറെ സീറ്റുകൾ നേടിക്കൊണ്ട് UDF അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് കൃത്യമായും പുലരുന്ന ഒരു സാഹചര്യം 102 സീറ്റോടുകൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഒരു പോൾ മാസ്റ്റർ ആണ്. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കാനും പാർട്ടി ചലിപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തിന് അസാമാന്യമായ കഴിവുണ്ട് എന്ന് നമ്മൾ പല തെരഞ്ഞെടുപ്പിലെ ലോക്സഭയായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളായാലും ഈ തെരഞ്ഞെടുപ്പായാലും ഒക്കെ അദ്ദേഹത്തിന്റെ ഈ സംഘടനയെ ചലിപ്പിക്കാനും അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ അസാമാന്യമായ ഒരു കഴിവിനെ ജനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുകയും ജനങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുകയും ജനവികാരം അദ്ദേഹത്തിന് അനുകൂലമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യമാണ്. കാരണം ജനങ്ങളുടെ ചോയ്സ് സ്വാഭാവികമായിട്ടും VD സതീശന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ടി നിരവധിയായ ഫ്ലക്സുകൾ ബാനറുകളൊക്കെ കെട്ടുകയും ജനം അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ MLA-മാരടക്കമുള്ള നേതാക്കന്മാരുടെ പിന്തുണ കൃത്യമായും KCയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. പ്രത്യേക കാരണങ്ങളുണ്ട്. KC എന്ന് പറഞ്ഞാൽ പവർഫുൾ ആണ്. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഫണ്ട് ഒക്കെ സ്വരൂപിച്ചു കൊടുത്തതും പലർക്ക് ഫണ്ട് സപ്ലൈ ചെയ്തതും അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ദേശീയ തലത്തിലുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി ഫണ്ട് സ്വരൂപിച്ചതൊക്കെ അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ MLA-മാർ അദ്ദേഹത്തിനെ പിന്താങ്ങുന്നു എന്നതാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. അദ്ദേഹം MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനൊപ്പമാണെങ്കിലും ജനവികാരം VD സതീശനൊപ്പമായതുകൊണ്ട് തന്നെ VD സതീശനെ തള്ളിക്കൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ഇപ്പോൾ ഹൈക്കമാൻഡ് മുതിരില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡ് പറയേണ്ടത് ഘടകകക്ഷികളുടെ സ്റ്റാൻഡാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ തീർച്ചയായും VD സതീശന് മുഖ്യമന്ത്രി പദം കൊടുക്കണം എന്ന നിലപാടിലാണ്. കാരണം VD സതീശന്റെ ശക്തമായ നിലപാടുകളും VD സതീശന്റെ ശക്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഇലക്ഷൻ മാനേജ്മെന്റുമാണ് ഇത്തരത്തിലുള്ള ഒരു വമ്പിച്ച വിജയമുണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു റിസ്ക് ഒഴിവാക്കണമെന്നാണ് PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള പാർട്ടികൾ വന്നത്. RSP ആ നിലപാടിൽ തന്നെ. അപ്പോൾ ഇപ്പൊ 3 ടീമിന്റെ പിന്തുണ നമ്മൾ ഇതിൽ പ്രധാനമായി കാണും. MLA-മാർ പൂർണ്ണമായും അല്ലെങ്കിൽ 63-40-ലേറെ MLA-മാർ KCക്കൊപ്പം അണിനിരക്കുമ്പോൾ ഘടകകക്ഷികളുടെ പിന്നാലെ VDക്ക് കിട്ടുമ്പോൾ ജനങ്ങളുടെ പിന്തുണയും VDക്കാണ് എന്ന് നമ്മൾ കാണാം. പല MLA-മാരും പോൾ ചെയ്തത് KCക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അവരെ തെരുവിൽ ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ചയും കണ്ടു. അപ്പോൾ ഈ ജനവികാരത്തെ മാനിക്കാതെ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ വലിയൊരു കലാപം ഉണ്ടാകുമെന്നും വലിയ ലഹള നടക്കുമെന്നും അല്ലെങ്കിൽ റാലി നടക്കുമെന്നൊക്കെ ഹൈക്കമാൻഡ് ഭയക്കുന്നു. അതുകൊണ്ട്
എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് വി ഡി സതീശന് തന്നെയായിരിക്കും നാളെ ഒരു CM ആയി വരാൻ സാധ്യതയുള്ളത്. കാരണം ഘടകകക്ഷികളുടെ പിന്തുണയും അതുപോലെ ജനങ്ങളുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് വിരുദ്ധമായി വോട്ട് ചെയ്ത MLA-മാരൊക്കെ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന വളരെ വളരെ അസാമാന്യമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ആ ജനവികാരത്തെ മറികടന്നുകൊണ്ട് പോവാൻ ഹൈക്കമാൻഡിന് കഴിയില്ല എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് കൂടിയുണ്ട്. KCയെ ജയിപ്പിച്ചെടുക്കേണ്ട റിസ്ക്കും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ KC ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയം ഉറപ്പില്ല എന്നൊരു അനുമാനം കൂടി ഹൈക്കമാൻഡ് ഇത്തരത്തിൽ അനുമാനിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഏതായാലും നാളെ നമുക്ക് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി വരും. അത് ആരാണെന്നൊക്കെ നമുക്ക് പ്രഖ്യാപിച്ചതിന് ശേഷമേ വ്യക്തമായി അറിയാൻ കഴിയുള്ളൂ. ഏതായാലും ഞങ്ങളുടെ ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ നേരിടുകയാണ്. ജയ് ഹിന്ദ്.